ഭാഗത്ത് നനയ്ക്കുന്നത് എന്തിനാണ്? ഇത് ഉള്ളിലേക്ക് ഈർപ്പം ഇറങ്ങി പോകാനാണ് ഒന്നും കൂടി നന്നായി നനയ്ക്കുന്നത്. ഇതാണ് 90 ദിവസം ആയിട്ടുള്ള കമ്പോസ്റ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതൊരു 85% അല്ലെങ്കിൽ 80-85% കമ്പോസ്റ്റായി ഉണ്ടാവും. ഇനി ഇത് കൂടുതൽ കമ്പോസ്റ്റ് ആവാതിരിക്കുകയാണ് ഒരു കണക്കിൽ നല്ലത്. കാരണം ബാക്കി മണ്ണായിട്ട് ചേർന്ന് മണ്ണിൽ ഇരുന്ന് കമ്പോസ്റ്റ് ആവുകയാണ്. ഒന്നാമത് ഇതിൻ്റെ ആ വളത്തിനൊരു ലൈഫ് ഉണ്ടാവും. രണ്ടാമത് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് പ്രധാന ഉദ്ദേശം ഓർഗാനിക് കാർബണിൻ്റെ ശതമാനം കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അത് മുഴുവൻ തേച്ച് പോയി അപ്പം തന്നെ ചെടി മുഴുവൻ വലിച്ചെടുത്ത് വീണ്ടും ഒരു അവസ്ഥ മാറുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ശതമാനം പതുക്കെ മണ്ണിൽ കടന്ന് ചെയ്യാണ് എന്തിനും നല്ലത്. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇതിന് ഇപ്പം കണ്ടില്ലേ, ഇതിലൊരു പുഴുശല്യങ്ങളോ അല്ലെങ്കിൽ വഴുവഴുപ്പുകളോ ഒന്നുമില്ല. പിന്നെ അധികം ജലാംശം അധികമില്ല. ഈ ഒരു അവസ്ഥയിലായിരിക്കണം കമ്പോസ്റ്റ് ഉണ്ടാക്കേണ്ടത്. ഇതാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഉടനടി ചെടികൾക്ക് ഒരു 10-25 ദിവസത്തിനുള്ളിൽ തന്നെ ചെടികളിൽ ചെറുതരം ചെടികൾ പ്രത്യേകിച്ചും പച്ചക്കറി അങ്ങനെയുള്ള മഞ്ഞുവിളവ് ഒഴികെ ദീർഘകാല വിളകൾ ഒഴികെ ചെറുതരം ചെടികളൊക്കെ ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് വലിച്ചെടുക്കാൻ തുടങ്ങും. അത്രയ്ക്ക് കമ്പോസ്റ്റ് ആയിക്കഴിഞ്ഞു. അത് നമുക്ക് നോക്കിയാൽ കാണാം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് ഞാൻ ഇതിൻ്റെ ചെറിയ ചെടികളിലിട്ടിട്ടും ഉള്ളതിൻ്റെ ഒരു ആ ചെടിയിൽ വന്ന മാറ്റത്തിനെ പറ്റിയിട്ടും അതിൻ്റെ വളർച്ച, അതിൻ്റെ ഇലച്ചാർത്തുകൾ, കായ്ഫലങ്ങൾ ഇതൊക്കെ ഒന്നും കൂടി വിശദീകരിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ അടിസ്ഥാനം മണ്ണിൽ ഓർഗാനിക് കാർബൺ കൂട്ടണം. ഇത് ചെയ്ത് മൾച്ചിയും കൂടി ചെയ്താൽ ആ മണ്ണ് നല്ലൊരു ജൈവ മണ്ണായി മാറും. അല്ലെങ്കിൽ എല്ലാ ചെടികൾക്കും പ്രതിരോധം കിട്ടാനും ഒക്കെ കൂടി നല്ലൊരു അക്കൽ സ്വഭാവത്തോടു കൂടി വന്ന് നിൽക്കും ഇപ്പോഴത്തെ അവസ്ഥ. ഇനി അടുത്ത ചെടികളിൽ അതിൻ്റെ വ്യത്യാസം ശരിക്കും കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഈ ഓർഗാനിക് കൃഷിയിലുള്ളവരും എനിക്ക് കിട്ടിയൊരു റിസൾട്ട്. ഒന്നാമത് ഈ കമ്പോസ്റ്റ് ഉപയോഗിച്ചതിൻ്റെയും പിന്നെ പ്രധാനമായിട്ടും മൾച്ച് ചെയ്തതിൻ്റെ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നു ഇപ്പോഴത്തെ മണ്ണ്. അപ്പോൾ ഇനി ഇതിലാണ് നമ്മൾ വീണ്ടും ഇതേ കമ്പോസ്റ്റ് തന്നെ ചെയ്ത് വീണ്ടും മൾച്ച് ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ കാലക്രമേണ ഈ മണ്ണ് നല്ലൊരു ഫലപുഷ്ടിയിലെത്തുകയാണ്. ഇതാണ് ഞാൻ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രദ്ധിക്കണതും ജനങ്ങളോട് പറയണം. ഇവിടെ ഒരുപാട് സന്ദർശകർ എപ്പോഴും വരാറുണ്ട്. അവരിൽ നേരിട്ട് കാണിച്ചു കൊടുക്കണം ഈ ഒരു മണ്ണ് വെച്ചിട്ട്. ഈ മണ്ണിനും അതേപോലെ തന്നെയാണ്. കണ്ടോ, ഒരു വഴുവഴുപ്പില്ല, കയ്യിൽ ഒട്ടിപ്പിടിക്കണില്ല, ഒരു ദുർഗന്ധമില്ല. നമുക്ക് അധികം ഒരു അറപ്പ് തോന്നിക്കില്ല. കാരണം ഇതിൽ പൂർണ്ണ ജൈവാംശം അടങ്ങിയ നല്ലൊരു ഈ പറഞ്ഞ 25% ഈർപ്പം നിലനിർത്താൻ പറ്റും. 25% വായു സഞ്ചാരം ഉണ്ടാവും. അങ്ങനൊരു അവസ്ഥയിലെത്തി നിൽക്കുന്നതാണ്. ഇതിലാണ് ഞാൻ ആ കമ്പോസ്റ്റും കൂടി ഉപയോഗിച്ച് മൾച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിട്ടുന്ന റിസൾട്ടുകൾ ഇങ്ങനെയാണ്, മണ്ണിൻ്റെ റിസൾട്ട്. ഇനി ചെടിയെപ്പറ്റി വീണ്ടും കാണിച്ചു തരാം. ഞാനൊരു സമ്മിശ്ര വിള എത്രത്തോളം സമ്മിശ്രമാക്കുക അത്രയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു ജൈവ കൃഷിയിൽ ചെയ്യേണ്ട ഒരു വിഷയം തന്നെ അതാണ്. കാരണം ജൈവ വൈവിധ്യം അതിനാണ് മണ്ണിനും പക്ഷിമൃഗാദികളായാലും മണ്ണിനോട് ബന്ധപ്പെട്ട ജീവജാലങ്ങൾക്കും വളരാനുള്ള ഒരു ആവാസ വ്യവസ്ഥ അതും കൂടി ഇതിൻ്റെ ഈ കൃഷിക്കാരൻ ചെയ്യുന്നതിൽ അറിയാതെയോ അറിഞ്ഞും കൊണ്ട് അങ്ങനെ ഒരു ഘടകം കൂടിയുണ്ട്. അപ്പോൾ ആ രീതിയിലും കൂടിയാണ് കൃഷി ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ആ കമ്പോസ്റ്റ് ഉപയോഗിച്ചതിൻ്റെ ഒരു കുരുമുളകിൻ്റെ നാണ്യവിളകളിൽ പതുക്കെ അറിയുള്ളൂ. എന്നാലും അവർ കുരുമുളകിനെ കാണിച്ചുകൊണ്ട് പറയുകയാണ്.
ഇതൊരു ആവറേജ് വിളവ് കിട്ടുന്നതാണ്. ഇത് മാത്രമല്ല ഇതിൽ എല്ലാ കൊല്ലം കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏറ്റക്കുറച്ചിലുകൾ വരുന്നില്ല. നമ്മൾ ജൈവ രീതിയിൽ ഇങ്ങനെയൊക്കെ കമ്പോസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം അതാണ്. എല്ലാ കൊല്ലങ്ങളും ഒരു നിശ്ചിത അളവിലുള്ള വിളവുകൾ നമുക്ക് തീർച്ചയായിട്ടും വരും. സാമാന്യ അസുഖങ്ങൾ കുറയും, പ്രതിരോധം കൂടും. അതാണ് നാണ്യവിളകളിൽ നമുക്ക് ഒരു വിഷയം ഇതാണ് കുരുമുളകിൻ്റെ. ഈ രീതി സ്വീകരിച്ചപ്പോൾ ഈ കമ്പോസ്റ്റിംഗ് മാർഗം കുറച്ചുകൂടിയും ഇത് ഇപ്പം നേരത്തെ സംസാരിച്ച രീതിയിലാക്കിയപ്പോൾ വന്ന മാറ്റമാണ്. കായകളിലും കാണാണ്ട്. അതുപോലെ ഈ ഇലകളൊന്ന് ശ്രദ്ധിക്കണം. കൃത്യമായിട്ടുള്ള ആ നിറത്തിലും ആരോഗ്യത്തിലും നിൽക്കുന്നതാണ്. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ഏത് ചെടിക്കും, അതായത് പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു ചെറിയ എണ്ണമഴുക്കോട് കൂടി ഈ ഓയിൽ കണ്ടന്റ് പോലെ ഇങ്ങനെ ഒരു കോട്ടിങ് അല്ലെങ്കിൽ ഒരു മെഴുക് വാക്സ് കോട്ടിങ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഉണ്ടാവണം. ഇതാണ് ഏതൊരു കാലാവസ്ഥയും കീടങ്ങളും ഒരു പരിധി വരെ പ്രതിരോധിക്കാനുള്ള ഒരു ലക്ഷണം കൂടി ഇതാണ്. അതൊക്കെ ആ പ്രകൃതി തരുന്ന ഇമ്മ്യൂണിറ്റികളാണ് ആ ചെടിയുടെ. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ഈ രീതിയിൽ ചെയ്യണം. നമ്മളൊരു വിളവ് മാത്രം കണ്ടിട്ട് ഒന്നിനെ വിലയിരുത്തരുത്. അപ്പോൾ അതാണ് ഇതിനൊക്കെ ഇത്രയും വലിയ അടിസ്ഥാനങ്ങൾ ഞങ്ങളെപ്പോലുള്ളവർ പറയണത് ഒക്കെ അതാണ് ചെയ്യേണ്ടത്. ഇലകളിൽ കാണുന്ന ആരോഗ്യം പോലെ തന്നെ ഇതുപോലെ കമ്പോസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏത് വിധത്തിലുള്ള ജൈവകൃഷി ചെയ്യുമ്പോഴും മറ്റ് പല ഘടകങ്ങളിലും അതിൻ്റെ ഒരു ഗുണം പ്രതിഫലിക്കും. അതിന് ചെറിയ 1-2 കാരണങ്ങൾ. എനിക്ക് വലിയൊരു 25 സെൻറ്റ് വലിപ്പമുള്ള ഒരു കുളമുണ്ട്. അതിൽ കുറേ നാടൻ മത്സ്യങ്ങളാണ് പണ്ടുണ്ടായിരുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ അവരുടെ വ്യവസ്ഥയ്ക്ക് യാതൊരു കോട്ടവും തട്ടുന്നില്ല. അവരുടെ വംശം അതുപോലെ തന്നെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് മറ്റ് പല ജാതി എറുമ്പുകൾ, കീടങ്ങൾ, ചിലന്തികൾ, ഇവർക്കൊന്നും യാതൊരുവിധ ഹാനിയും സംഭവിക്കുന്നില്ല. എന്ന് മാത്രമല്ല അതൊക്കെ കൃഷിക്കാരിൽ നല്ലൊരു ഗുണം ചെയ്യുന്ന നമ്മുടെ മിത്രകീടങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ എല്ലാവർക്കും അറിയാമെച്ചാലും ഇപ്പം എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാച്ചാലും നിസ്സാര ഒരു കാരണങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു മരത്തുമ്പിൾ അല്ലെങ്കിൽ ഫലം പൊട്ടിക്കുമ്പോൾ നിസ്സാര കാരണം എറുമ്പ് കടിക്കുന്നു അല്ലെങ്കിൽ എറുമ്പ് പൊതിയുന്നു. ഇതൊക്കെ ഈ ഒരു കാരണങ്ങളെ കൊണ്ട് അവരുടെ മുഴുവൻ കീടനാശിനികൾ ഉപയോഗിച്ച് വംശം പോലും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ധാരാളം കാണുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വിഷയം ഇവിടെ ഇത് പറയാൻ തന്നെ കാരണം. അപ്പോൾ ഈ ഒരു രീതി സ്വീകരിക്കുമ്പോൾ കർഷകൻ്റെ വരുമാനത്തിനും കവിഞ്ഞ് നമ്മുടെ ഭൂമിയിലെ ആവാസ വ്യവസ്ഥ വലിയൊരു വളരെയധികം പ്രധാനപ്പെട്ടതാണ്. വ്യവസ്ഥയെ നമ്മൾ നിലനിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ വൈവിധ്യങ്ങളായിട്ടുള്ള കൃഷി ചെയ്യും ജലക്ഷാമം അല്ലെങ്കിൽ ജലം നല്ലതുപോലെ സംഭരിച്ച് കുളങ്ങളാവും കിണറുകളാവും. എനിക്കാണെങ്കിൽ കുളങ്ങളും കിണറുകളുണ്ട്. ഏത് വിധത്തിലായാലും നമ്മളുടെ പെയ്യുന്ന മഴ അവിടെ തന്നെ താത്തി വെള്ളത്തിൻ്റെ ക്ഷാമം നിർത്തുന്നു. അതുപോലെ വൈവിധ്യങ്ങളുള്ള ചെടികളുണ്ടാവും. വെള്ളത്തിന് ശുദ്ധി പോലും വരുന്നുണ്ട്. കാരണം പല ഔഷധ ഗുണങ്ങളുണ്ടാവും. ഇതൊന്നും നമ്മൾ പ്രത്യക്ഷത്തിൽ ഒരു വരുമാന സങ്കല്പ കാണുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അല്ല അതിൻ്റെ പ്രധാന ഘടകം. അതൊക്കെയാണ് ആവാസ വ്യവസ്ഥ. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ രീതി സ്വീകരിക്കണം.